ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ സെറ്റപ്പുള്ള പടത്തിനകത്ത് നല്ല രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പെട്ട സ്കോറിങ്, എസ്പെഷ്യലി പല സീൻസും കിഡുമായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പിന്നെ അതുപോലെ തന്നെ വില്ലനെ കാണിക്കുന്ന സമയത്ത് ഭയങ്കര സ്കെയറി ആയിട്ട്, അത് വിത്ത് ദാറ്റ് കോസ്റ്റ്യൂം വില്ലനെ കാണുന്ന സമയത്ത് നൈറ്റ് ഷോട്ടിലൊക്കെ കിട്ടുന്ന സ്കോർ. പിന്നെ അവസാനം അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ത് ഫോക്കസ് ചെയ്തിട്ടാണ് ധ്യാനിന്റെ ഉജ്ജ്വലൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ധ്യാൻ അത് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്, സാധാരണ പോലെ ഉഴപ്പിയിട്ടില്ല. ഇതിന്റെ കാശ് ഞാൻ തരാം, തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. മുന്നേ മറ്റേ ഏജന്റ് ശ്രീനിവാസ അത്രയാ ഡയറക്ടർ റീമേക്ക് നോക്കിയതാണ്, അത് പിന്നെ നടന്നില്ലെന്ന് തോന്നുന്നു. അതിൽ ധ്യാനിന്റെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ചെറിയൊരു ബ്രില്യൻസ് കാണിക്കുന്ന ചെറിയ സീനൊക്കെ, അത് നമ്മുടെ സേതുരബയ്യർ CBI മറ്റേ ചക്ക വിളഞ്ഞി ഈർക്കില്ലാക്കിയിട്ട് ഭണ്ടാരത്തെ കുത്തുന്നൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പരിപാടിയൊക്കെ ഒരു കയ്യബദ്ധം ജയിപ്പിച്ചാണ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. ധ്യാന് വയറും വെച്ച് ഇടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ പടം മൊത്തം കോമഡി ആയി പോനെ. ഇനി കാണേണ്ടി വരും. അയ്യോ ഞാൻ പേടിച്ച്. ശശി സാറ് പേടിപ്പിക്കുന്നു. ധ്യാനിനെ അവിടെ ഇരുത്തിച്ചിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചതാണ്. ദാറ്റ് ഇസ് ഗുഡ്. അതാണ് ശരിയായ ഡിസിഷൻ എന്ന് പറയുന്നത്. പല പടങ്ങളും ഇല്ലാത്ത അതുകൊണ്ടാണ് പല ധ്യാന്റെ പടങ്ങളും ധ്യാൻ എന്തൊക്കെയോ കാണിക്കുന്നു, ഡയറക്ടേഴ്സ് എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് അതുപോലെ എന്നെ മനസ്സിലായി. ഒരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫിലിം വളരെ കാലത്തിന് ശേഷം ധ്യാനിന്റെ ഭാഗത്തു നിന്നു. ചേട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ?